നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും മനോഹര ദൃശ്യാവിഷ്കാരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ദ വെയിൽ റിമൂവ്ഡ് എന്ന ഷോർട്ട് ഫിലിം പോയ വാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു. പതിനായിരങ്ങൾക്ക് വിശുദ്ധ കുർബാനയിലെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കൂടിച്ചേരലിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം വരച്ചു കാണിക്കുന്നതൊന്നായിരുന്നു ആ ഹ്രസ്വചിത്രം. വത്തിക്കാനിൽ ആദ്യമായി നടത്തിയ ഫിലിപ്പൈൻസ് ക്രിസ്തുമസ് ഒരുക്ക നൊവേനയും അഗ്നിക്കിരയായ പാരീസിലെ നോത്രദാം കത്തീഡ്രലിൻ്റെ മാതൃക ജിഞ്ചർ ബ്രെഡിൽ തീർത്തതും പോയ വാരത്തിൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. യേശു ക്രിസ്തുവിനെ സ്വവർഗ അനുരാഗിയാക്കി അവതരിപ്പിച്ചുകൊണ്ട് ചിത്രീകരിച്ച ചലച്ചിത്രം വിതരണം ചെയ്ത ഓൺലൈൻ മീഡിയ സ്ട്രീമിംഗ് കമ്പനിയായ നെറ്റ്ഫ്ലിക്സിൻ്റെ നിലപാടിനെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധം ശക്തമായതും സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ ലിഖിതങ്ങളിലൂടെയും തിരുസഭയുടെ പ്രബോധനങ്ങളിലൂടെയും വെളിവാക്കപ്പെട്ടതും വിശുദ്ധരും ദൈവശാസ്ത്രജ്ഞരും ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തിയതുമായ വിശുദ്ധ കുർബാനയിലെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കൂടിച്ചേരലിനെക്കുറിച്ച് പറയുന്ന ദി വെയിൽ റിമൂവ്ഡ് എന്ന ഷോർട്ട് ഫിലിം ഇൻ്റർനെറ്റിൽ തരംഗമാകുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വേളയിൽ നടക്കുന്ന രൂപാന്തരീകരണവും ദിവ്യകാരുണ്യനാഥനായ യേശുവിനെ പ്രകീർത്തിക്കുന്നതിനും ആരാധിക്കുന്നതിനുമായി സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്നതുമാണ് ഈ ഹ്രസ്വചിത്രത്തിൻ്റെ പ്രമേയം. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വേളയിൽ നടക്കുന്ന രൂപാന്തരീകരണവും ദിവ്യകാരുണ്യനാഥനായ യേശുവിനെ പ്രകീർത്തിക്കുന്നതും ആരാധിക്കുന്നതിനുമായി സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്നതുമാണ് ഈ ഹ്രസ്വചിത്രത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കാത്തലിക് വുമൺ നൗ എന്ന കത്തോലിക്ക റേഡിയോയിലെ അവതാരികയായ ക്രിസ് മാഗ്രൂട്ടറും സഹ അവതാരികയായ ജൂലി നെൽസനുമാണ് ഷോർട്ട് ഫിലിമിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. ഒരു പരിപാടിയുടെ ഭാഗമായുള്ള അന്വേഷണത്തിലാണ് ഇവർ വിശുദ്ധ കുർബാനയിൽ സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്നതിനെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത്. പിന്നീട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കവേ ദിവ്യകാരുണ്യം വാഴ്ത്തുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുവാൻ ദൈവം പ്രചോദനം നൽകുകയായിരുന്നുവെന്ന് ക്രിസ് പറയുന്നു. വിശുദ്ധ കുർബാനയോടുള്ള ജനങ്ങളുടെ താല്പര്യം വർദ്ധിപ്പിക്കുകയും ദിവ്യബലിയിൽ നിന്നും അകന്നു കഴിയുന്നവരെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിക്കുകയുമാണ് ഈ ഹ്രസ്വചിത്രത്തിന്റെ പിന്നിലെ ലക്ഷ്യമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന യേശുവിന്റെ കുരിശിലെ ത്യാഗത്തെ ഓർമ്മപ്പെടുത്തിയും ഓസ്തിയും വീഞ്ഞും വാഴ്ത്തുന്ന സമയത്ത് കുർബാനയിൽ സ്വർഗം തുറക്കപ്പെട്ടു വിശുദ്ധരും മാലാഖന്മാരും ആത്മാക്കളും യേശുവിനെ ആരാധിക്കുകയും ചെയ്യുന്ന മനോഹര ദൃശ്യങ്ങളും അനേകർക്ക് പുതിയ പ്രചോദനമായി മാറിയിരിക്കുകയാണ്. അധികം താമസിയാതെ തന്നെ 9 ഭാഷകളിൽ ചിത്രം പുറത്തിറക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. അതേസമയം ലക്ഷക്കണക്കിന് ആളുകളാണ് യൂട്യൂബിലൂടെയും ഫേസ്ബുക്ക്, ട്വിറ്റർ അടക്കമുള്ള നവമാധ്യമങ്ങളിലൂടെയും ഈ ഷോർട്ട് ഫിലിം കണ്ടത്. ഫ്രാൻസിസ് പാപ്പയുടെ 83ാം പിറന്നാൾ ആഘോഷിച്ച് ക്രൈസ്തവ സഭ. പ്രത്യേക ആഘോഷ ചടങ്ങുകളൊന്നുമില്ലാതെ ദരിദ്രരോടൊപ്പമായിരുന്നു പാപ്പ പിറന്നാൾ ആഘോഷിച്ചത്. ലോക നേതാക്കളടക്കം നിരവധി പേർ പാപ്പയ്ക്ക് ആശംസകൾ നേർന്നു. ആഗോള കത്തോലിക്ക സഭയുടെ തലവനും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനവുമുള്ള നേതാവുമാണ് ഫ്രാൻസിസ് പാപ്പ. പതിവ് പോലെ ഇക്കൊല്ലവും പ്രത്യേക ചടങ്ങുകളൊന്നുമില്ലാതെയാണ് പാപ്പ പിറന്നാൾ ആഘോഷിച്ചത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പാപ്പയ്ക്ക് ആയിരക്കണക്കിന് പേരാണ് ആശംസകളുമായി എത്തിയത്. ഫ്രാൻസിസ് പാപ്പയുടെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം തന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേരാൻ സമൂഹത്തിലെ ഏറ്റവും നിരാലംബരായ മനുഷ്യരെ ക്ഷണിക്കുന്നത് പതിവാണ്. സാന്താമാർത്തയിൽ ആദ്യത്തെ പിറന്നാൾ ആഘോഷിച്ചപ്പോഴും പാപ്പ ഇങ്ങനെ ചെയ്തു. ഭവനരഹിതരായ 3 പേരെയാണ് അന്ന് അദ്ദേഹം ക്ഷണിച്ചത്. 80ാം പിറന്നാളിന് പാപ്പ ഇതുതന്നെ ആവർത്തിച്ചു. 8 ഭവനരഹിതർ അന്ന് പാപ്പായുടെ മേശയിൽ പ്രാതൽ കഴിക്കാനെത്തിയിരുന്നു. അവർ അദ്ദേഹത്തിന് പൂവുകൾ സമ്മാനിക്കുകയും ചെയ്തു.
കത്തോലിക്ക സഭയുടെ തലവനായ പാപ്പ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി കൂടിയാണ്. 1936 ഡിസംബർ 17 അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിലാണ് ജോർജ് മാരിയോ ബെർഗോളിയോ ജനിച്ചത്. ഇറ്റലിയിൽ നിന്നും അർജന്റീനയിലേക്ക് കുടിയേറിയവരാണ് ബെർഗോളിയോയുടെ മാതാപിതാക്കൾ. 4 സഹോദരങ്ങളാണ് ബെർഗോളിയോയ്ക്ക് ഉണ്ടായിരുന്നത്. പിതാവ് മാരിയോ ഹോസെ റെയിൽവേയിൽ അക്കൗണ്ടന്റ് ആയിരുന്നു. മാതാവ് റിജീന സിവോരി ആ വലിയ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നു. രസതന്ത്രത്തിൽ ബിരുദം നേടിയ ജോർജ് മാരിയോ ബെർഗോളിയോ 1959 ജെസ്യൂട്ട് സന്യാസ സഭയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. ചിലിയിൽ നിന്നും മാനവിക വിഷയങ്ങളിലുള്ള പഠനം പൂർത്തീകരിച്ച് 1963 അദ്ദേഹം അർജന്റീനയിലെത്തി. തുടർന്ന് സാൻ ജോസ് കോളേജിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ബിരുദം നേടി. അടുത്ത 2 വർഷം സാഹിത്യ പഠനത്തിനായാണ് അദ്ദേഹം ചിലവഴിച്ചത്. 1969 ഡിസംബർ 13 ആർച്ച് ബിഷപ്പ് റമോൺ ജോസ് കാസ്റ്റലാനോയിൽ നിന്നും ജോർജ് മാരിയോ ബെർഗോളിയോ തിരുപ്പട്ടം സ്വീകരിച്ചു. 1970 കൂടുതൽ പഠനത്തിനും പരിശീലനത്തിനുമായി സ്പെയിനിലേക്ക് പോയി. 3 വർഷത്തിനു ശേഷം അർജന്റീനയിലെത്തി ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും സെമിനാരിയിൽ പഠിപ്പിച്ചു. 1973 ജൂലൈ 31 ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിന്റെ അർജന്റീനയിലെ പ്രൊവിൻഷ്യാലായി ജോർജ് മാരിയോയെ തിരഞ്ഞെടുത്തു. 1986 PhD പഠനത്തിനായി ജർമ്മനിയിലേക്ക് പോയി. 1992 മെയ് 27 ജോർജ് മാരിയോ ബെർഗോളി ബിഷപ്പായി അഭിഷിക്തനായി. ബ്യൂണസ് അയേഴ്സിന്റെ സഹായ മെത്രാൻ, ഔക്ക രൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 1998 ഫെബ്രുവരി 28 ബ്യൂണസ് അയേഴ്സ് ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു. നഗരത്തിലെ ഒരു വാടക വീട്ടിൽ സ്വയം ഭക്ഷണമുണ്ടാക്കി കഴിച്ചാണ് ആ നാളുകളിൽ അദ്ദേഹം ജീവിച്ചിരുന്നത്. 2001 ഫെബ്രുവരി 21 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ കർദിനാൾ പദവിയിലേക്ക് ജോർജ് മാരിയോ ബെർഗോളിയെ ഉയർത്തി. തന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് സാക്ഷികളാകുവാൻ റോമിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരോട് അതിന് ചെലവഴിക്കുന്ന തുക പാവങ്ങൾക്ക് നൽകുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്താണ് ഉത്തമ ഇടയന്റെ മാതൃക അദ്ദേഹം പ്രകടിപ്പിച്ചത്. 2013 ഫെബ്രുവരി 11 ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് നടന്ന കോൺക്ലേവിൽ 266 മാർപ്പാപ്പയായി ജോർജ് മാരിയോ ബെർഗോളിയോ തെരഞ്ഞെടുക്കപ്പെട്ടു. വത്തിക്കാനിൽ ആദ്യമായി നടത്തിയ ഫിലിപ്പൈൻസ് ക്രിസ്തുമസ് ഒരുക്ക നൊവേനയായ സിംബാങ് ഗാബിക്ക് ഫ്രാൻസിസ് പാപ്പ നേതൃത്വം നൽകി. ക്രിസ്തുമസ് ഒരുക്കത്തിന്റെ ഭാഗമായി നൂറ്റാണ്ടുകളായി ഫിലിപ്പീൻസിൽ നടത്തിവരുന്ന ഈ പ്രത്യേക നൊവേന പ്രാർത്ഥനയിൽ 150 സഹകാർമ്മികർക്കൊപ്പമാണ് പാപ്പ ദിവ്യബലി അർപ്പിച്ചത്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക ക്രിസ്മസ് നൊവേനയാണ് സിംബാങ് ഗാബി. നൊവേന നടത്തുന്ന 9 ദിവസവും വിശ്വാസികൾ ദേവാലയങ്ങളിൽ ഒന്നിച്ചുകൂടുകയും ദിവ്യകാരുണ്യ ആരാധനയിലും ദിവ്യബലിയിലും പങ്കെടുക്കുകയും ചെയ്യും. ഈ പ്രത്യേക പ്രാർത്ഥനയിലൂടെ ദൈവസ്നേഹത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിലും കൃപ അനുഭവിക്കുന്നതിലും പലപ്പോഴും പരാജയപ്പെടുന്ന നിങ്ങൾ അതിനെ മറികടക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സിംബാങ് ഗാബി എന്ന ക്രിസ്മസ് ഒരുക്ക നൊവേനയിലൂടെ ശ്രവിച്ച ദൈവവചനത്തിലൂടെയും ആരാധനയിലൂടെയും നാം ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങുകയാണെന്നും ആ ചൈതന്യം ജീവിതത്തിൽ സൂക്ഷിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ദൈവരാജ്യത്തിന്റെ വ്യതിരിക്തമായ സ്വഭാവ സവിശേഷതകളെ കൂട്ടായ്മയിൽ കെട്ടിപ്പടുക്കുവാൻ ക്ഷണിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. സാധ്യമായ എത്ര ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കുന്നതിന് വിവിധ ഭാഷകളിലൂടെ രക്ഷയുടെ സുവിശേഷം ലോകമെമ്പാടും പ്രഘോഷിക്കാനും നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ സാംസ്കാരികവും ആത്മീയവുമായ സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കിടാൻ വിമുഖത കാണിക്കരുതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. യേശുക്രിസ്തുവിനെ സ്വർഗ അനുരാഗിയാക്കി അവതരിപ്പിച്ചുകൊണ്ട് ചിത്രീകരിച്ച ചലച്ചിത്രം വിതരണം ചെയ്ത ഓൺലൈൻ മീഡിയ സ്ട്രീമിംഗ് കമ്പനിയായ നെറ്റ്ഫ്ലിക്സിന്റെ നിലപാടിനെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബ്രസീലിലെ 15 ലക്ഷത്തിലേറെ പേർ ഈ കോമഡി ചലച്ചിത്രം പിൻവലിക്കണമെന്ന് നെറ്റ്ഫ്ലിക്സിനോട് ഓൺലൈനിൽ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സൂചകമായി ആയിരക്കണക്കിന് പേർ നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ടുകൾ റദ്ദാക്കി. ബ്രസീൽ ആസ്ഥാനമായുള്ള പോർട്ടാഡോസ് ഫുഡോസ് സംഘമാണ് ദി ഫസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ചലച്ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. അബോർഷൻ അനുകൂല നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ഇതിനു മുൻപും വിവാദത്തിലാവുകയും നഷ്ടത്തിലാവുകയും ചെയ്തിട്ടുള്ള കമ്പനിയാണ് നെറ്റ്ഫ്ലിക്സ്.
വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ തീരുമാനം. 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചലച്ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കർത്താവിന്റെ അന്ത്യപ്രലോഭനം എന്ന ചലച്ചിത്രത്തിന്റെ പേരിനെ ഹാസ്യാത്മകമാക്കി ഉപയോഗിച്ചാണ് കർത്താവിന്റെ ആദ്യ പ്രലോഭനം എന്ന പരിഹാസ ചിത്രം നിർമ്മിച്ചത്. ബ്രസീലിയൻ കോമഡി ഗ്രൂപ്പായ പോർട്ട ഡോയസ് ഫണ്ടോസ് നിർമ്മിച്ച ഈ ക്രിസ്മസ് സ്പെഷ്യലിനെതിരെ ബ്രസീലിലും പുറത്തും വ്യാപകമായ രോഷമാണ് ഉയരുന്നത്. ചിത്രം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് change.org എന്ന പേരിൽ പോർച്ചുഗീസ് ഭാഷയിലാണ് ഓൺലൈൻ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത്. നിന്ദനം നിറഞ്ഞതും അപഹാസ്യവുമായ ഒരു ചിത്രമാണിതെന്ന് ബ്രസീലിലെ പെർണാബുക്കോ ബിഷപ്പ് ഹെൻഡ്രിക് സൊറസ് ഡി കോസ്റ്റ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ബിഷപ്പ് ഹെൻഡ്രിക് ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ നെറ്റ്ഫ്ലിക്സിന്റെ അക്കൗണ്ട് റദ്ദാക്കിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ക്രിസ്ത്യാനികളുടെ മുഖത്തടിക്കുകയാണെന്നും മറ്റുള്ളവരുടെ മതത്തെ ബഹുമാനിക്കാൻ പഠിക്കണമെന്ന് തുടങ്ങി 100 കണക്കിന് കമന്റുകളാണ് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദി ഫസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സ്ട്രീമിംഗ് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഓൺലൈൻ നിവേദനത്തിൽ ലോകമെമ്പാടുമുള്ള ഏതാണ്ട് 22 ലക്ഷത്തിലധികം ആളുകളാണ് ഒപ്പിട്ടിരിക്കുന്നത്. യൂറോപ്പിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലെ സെന്റ് സ്റ്റീഫൻ സ്ക്വയറിൽ സംഘടിപ്പിച്ചിട്ടുള്ള ദി അഡ്വന്റ് ഫീസ്റ്റ് അറ്റ് ദ ബസിലിക്ക യൂറോപ്പിലെ ഇത്തവണത്തെ ഏറ്റവും മനോഹരമായ ക്രിസ്തുമസ് മാർക്കറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. യൂറോപ്യൻ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻസ് നടത്തിയ വോട്ടെടുപ്പിലാണ് ദി അഡ്വന്റ് ഫീസ്റ്റ് അറ്റ് ദ ബസിലിക്ക ഈ പദവിക്ക് അർഹമായത്. യൂറോപ്പിലെ ഏറ്റവും നല്ല സന്ദർശന കേന്ദ്രമായും ബുഡാപെസ്റ്റ് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. യൂറോപ്പിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലെ സെന്റ് സ്റ്റീഫൻ സ്ക്വയറിൽ സംഘടിപ്പിച്ചിട്ടുള്ള ദി അഡ്വന്റ് ഫീസ്റ്റ് അറ്റ് ദി ബസിലിക്ക ഭൂഖണ്ഡത്തിലെ ഇത്തവണത്തെ ഏറ്റവും മനോഹരമായ ക്രിസ്മസ് മാർക്കറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. യൂറോപ്യൻ ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തുവിട്ടത്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ നടത്തിയ വോട്ടിംഗിലൂടെയാണ് സ്ഥലം തിരഞ്ഞെടുത്തത്. 116 രാജ്യങ്ങളിൽ നിന്നുള്ള 2,89,714 സഞ്ചാരികളാണ് ഇത്തവണ വോട്ടിംഗിൽ പങ്കെടുത്തത്. കഴിഞ്ഞ വർഷത്തെ മികച്ച മാർക്കറ്റായ സഗരെബിലെ ക്രിസ്മസ് ചന്തകൾക്ക് 38,830 വോട്ടുകളായിരുന്നു ലഭിച്ചത്. ഇക്കൊല്ലം ബുഡാപെസ്റ്റ് ബസിലിക്കയിലെ ക്രിസ്മസ് മാർക്കറ്റിന് ലഭിച്ചതാകട്ടെ 39,448 വോട്ടുകളും. രണ്ടാം സ്ഥാനം ഓസ്ട്രേലിയയിലെ വിയന്നയ്ക്കും 3-ാം സ്ഥാനം പോളണ്ടിലെ ഗ്ഡാനിസ്കിനുമാണ് ലഭിച്ചത്. ക്രൈസ്തവ വിശ്വാസത്തെ കേന്ദ്രീകരിച്ച് ഭരണം നടത്തുന്ന രാഷ്ട്രമാണ് സമ്മാനാർഹമായ ഹംഗറി. ആദ്യ 3 സ്ഥാനങ്ങൾക്ക് പുറമെ ബെൽജിയത്തിലെ ബ്രിസ്ലെറ്റ്സ്, ഫ്രാൻസിലെ മൗണ്ട് ബെർലിയോട്ട്, സ്വിറ്റ്സർലൻഡിലെ ബാസൽ, ഫ്രാൻസിലെ മെറ്റ്സ്, ഇറ്റലിയിലെ ഗോവാണെ, UK-യിലെ വിൻചെസ്റ്റർ, ഫ്രാൻസിലെ അമിനിയസ് തുടങ്ങിയ സ്ഥലങ്ങളും യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ക്രിസ്മസ് മാർക്കറ്റുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അഗ്നിക്കിരയായ പാരീസിലെ നോത്രദാം കത്തീഡ്രലിന്റെ മാതൃക ജിഞ്ചർ ബ്രെഡിൽ തീർത്ത് ശ്രദ്ധേയമായി അമേരിക്കയിലെ മിസോറിയിലെ ഹോളി ട്രിനിറ്റി കത്തോലിക്ക ദേവാലയത്തിലെ ഇടവകാംഗങ്ങൾ. ജിഞ്ചർ ബ്രെഡിൽ നിർമ്മിച്ച നോത്രദാം കത്തീഡ്രലിന്റെ മാതൃക കാണാൻ നിരവധി പേരാണ് ഹോളി ട്രിനിറ്റി കത്തോലിക്ക ദേവാലയത്തിൽ എത്തുന്നത്. 7 അടി പൊക്കമുള്ള ജിഞ്ചർ ബ്രെഡ് കൊണ്ടൊരുക്കിയ മധുര പലഹാര വിരുന്നിന് 480 പൗണ്ട് ഭാരമുള്ള ചേരുവകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8 അടി നീളവും 4 അടി വീതിയുമുണ്ട് ഈ പലഹാര മാതൃകയ്ക്ക്. സന്തോഷം തോന്നുന്ന പദ്ധതി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്ന കാഴ്ചയാകും ഇതെന്ന് നിർമ്മാതാക്കൾ പങ്കുവയ്ക്കുന്നു. വത്തിക്കാന്റെ മാതൃക ജിഞ്ചർ ബ്രെഡിൽ ഉണ്ടാക്കാൻ ഇടവക വികാരി നിർദ്ദേശിച്ചപ്പോൾ തുടങ്ങിയതായിരുന്നു ഈ പദ്ധതി. എന്നാൽ നോത്രഡാം കത്തീഡ്രൽ കത്തിയമർന്നപ്പോൾ അതിന്റെ രൂപം നിർമ്മിക്കാനായി ഇടവകാംഗങ്ങൾ തീരുമാനമെടുത്തു. ജിഞ്ചർ ബ്രെഡ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സ്റ്റിഫ്ലറും ഭർത്താവും മറ്റൊരു ഇടവകാംഗവും ചേർന്നാണ് ജിഞ്ചർ ബ്രെഡ് കത്തീഡ്രലിന്റെ കൂട്ടുകളുണ്ടാക്കിയത്. ജിഞ്ചർ ബ്രെഡ് നിർമ്മാണത്തിനായി നിരവധി ചോക്ലേറ്റുകളും 50 ബാച്ച് ജിഞ്ചർ ബ്രെഡും ഉപയോഗിച്ചിട്ടുണ്ട്. 500 LED ലൈറ്റുകളാണ് കത്തീഡ്രലിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. നിരവധി പേരാണ് ജിഞ്ചർ ബ്രെഡ് കത്തീഡ്രൽ കാണുവാനായി ദിനംപ്രതി എത്തുന്നത്. വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കാൻ മലയാളി വൈദിക സംഘം. കെനിയൻ പര്യടനത്തിന്റെ ഭാഗമായി യാത്രയാകുന്ന 12 അംഗ ടീമിൽ 9 പേരും മലയാളികളാണ്. പര്യടനത്തിനായി യാത്രയാകുന്നതിന് മുമ്പ് ക്രിക്കറ്റ് ടീം അംഗങ്ങൾ പാപ്പയെ കണ്ട് അനുഗ്രഹം മേടിച്ചു.
കലയ്ക്കും കായികത്തിനും വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ കൾച്ചറിന്റെ കീഴിൽ 2014 നിലവിൽ വന്നതാണ് വത്തിക്കാൻ ക്രിക്കറ്റ് ടീം. വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിന്റെ 7ാമത് അന്തർദേശീയ പര്യടനത്തിന്റെ ഭാഗമായാണ് ഡിസംബർ 25 മുതൽ ജനുവരി 5 വരെ കെനിയയിൽ പോകുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, കാനഡ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്ന് പഠനത്തിനും വൈദിക ശുശ്രൂഷയ്ക്കുമായി റോമിൽ താമസിക്കുന്ന വൈദികരും വൈദിക വിദ്യാർത്ഥികളും അടങ്ങുന്നതാണ് വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങൾ. കെനിയൻ പര്യടനത്തിനായി ഒരുങ്ങുന്ന 12-അംഗ ടീമിൽ 9 പേരും മലയാളികളാണ്. കൊച്ചി രൂപത അംഗമായ ഫാദർ പോൾസൺ ആന്റണി, ബിനോർ രൂപത അംഗമായ ഫാദർ ജോഗി കാവുങ്ങൽ, പള്ളോട്ടീൻ സഭാംഗമായ ഫാദർ ജോസ്, തൃശൂർ അതിരൂപത അംഗമായ ബ്രദർ സിനോജ് നീലങ്കാവിൽ, ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് ഡീക്കൻ ജോസ് എത്തോലിൽ, ബ്രദർ അനീഷ് കമ്മിച്ചേരി, കാനഡ രൂപതയ്ക്ക് വേണ്ടി പഠിക്കുന്ന ബ്രദർ ഷൈൻ മഞ്ഞളി, തിരുവനന്തപുരത്തു നിന്നുള്ള ഡീക്കൻ കിരൺ മാർക്കോസ്, പുനലൂർ രൂപത അംഗമായ ബ്രദർ ലിബിൻ ജെയിംസ് എന്നിവരാണ് ടീമിലെ മലയാളികൾ. എൻ്റെ പേര് ഫ്രാൻസിസ് അക്കരപ്പട്ടിയേക്കൽ. ഞാൻ നാട്ടിൽ തൃശ്ശൂരാണ് ജനിച്ചത്. ഇപ്പോൾ ഫാമിലിയായിട്ട് കാനഡയിലാണ്. കാനഡയിലെ മിസിസാഗ രൂപതയ്ക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. ഞാൻ സെയിൻറ്റ് പീറ്റേഴ്സ് വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു അംഗമാണ്. ഈ ഡിസംബർ 25-ന് ഞങ്ങൾ കെനിയയിലേക്ക് ഒരു ടൂർ പോവുകയാണ്, ജനുവരി 5 വരെ. ഈ ടൂറിൻ്റെ ഭാഗമായിട്ട് 4 പ്രധാനപ്പെട്ട കളികളും അതോടൊപ്പം തന്നെ അവിടുത്തെ ചീരികൾ, പാവപ്പെട്ട ആൾക്കാരെ സന്ദർശിക്കൽ, അങ്ങനെ ചില പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിൻ്റെ പേരിൽ എൻ്റെ ക്രിസ്മസ് ആശംസകൾ. വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിന്റെ പര്യടനത്തിൽ ക്രിക്കറ്റ് മാച്ചിന്റെ കൂടെ മതാന്തര സംവാദങ്ങളും സൗഹൃദ സന്ദർശനങ്ങളും നടക്കാറുണ്ട്. ഇത്തവണ കെനിയൻ പര്യടനത്തിൽ കെനിയയിലെ ചേരികൾ സന്ദർശിക്കുകയും അവിടുത്തെ കുട്ടികളുമായി സൗഹൃദ മത്സരവും നടക്കുന്നുണ്ട്. ബൈസന്റൈൻ സ്തോത്രഗീതങ്ങൾ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. യുനെസ്കോയുടെ പ്രഖ്യാപനത്തോടെ 2000 വർഷങ്ങളായി നിലനിന്നുവരുന്ന ബൈസന്റൈൻ സ്തോത്രഗീതങ്ങൾ വീണ്ടും ആഗോള ശ്രദ്ധ നേടിയിരിക്കുകയാണ്. സൈപ്രസിലെയും ഗ്രീസിലെയും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ആരാധനാക്രമത്തെ സമ്പുഷ്ടവും സംഗീത സാന്ദ്രവുമാക്കുന്ന ബൈസന്റൈൻ സ്തോത്രഗീതങ്ങൾ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി പട്ടികയിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ച് യുനെസ്കോ പ്രഖ്യാപനം നടത്തിയത്. സജീവവും സാംസ്കാരിക പ്രാധാന്യമുള്ളതുമായ ഈ സമഗ്ര സംഗീത സമന്വയം ആത്മീയ ജീവിതവും മതാരാധനയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് യുനെസ്കോയുടെ പ്രഖ്യാപനത്തിൽ പറയുന്നു. നൂറ്റാണ്ടുകളായി നേരിടേണ്ടി വന്ന വെല്ലുവിളികളെ തരണം ചെയ്ത ഈ സ്തോത്രഗീതങ്ങൾ ഗ്രീക്ക് ഓർത്തഡോക്സ് ആരാധനയുടെ കേന്ദ്രമായി ഇന്നും നിലകൊള്ളുന്നതിനെക്കുറിച്ച് യുനെസ്കോ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ദൈവാരാധനയിലാണ് ഈ സ്വരകല പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ഇതിന്റെ ദൗത്യം. ലോഗോസ് എന്ന പദം കാരണമാണ് ഈ കല ഇന്നും നിലനിൽക്കുന്നതെന്ന് യുനെസ്കോയുടെ പ്രഖ്യാപനത്തിൽ പറയുന്നു. തലമുറകളായി വാമൊഴിയിലൂടെ പകർന്നു നൽകപ്പെട്ട ഈ സംഗീത സമ്പ്രദായത്തിന്റെ പ്രധാന സവിശേഷതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 8 സ്വരഭേദങ്ങളിലായി ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്രഗീതങ്ങളിൽ പ്രത്യേക പദങ്ങളെ എടുത്തുകാട്ടുന്നതിനായി വിവിധ താളങ്ങളുമുണ്ട്. പ്രധാനമായും പുരുഷ ശബ്ദവുമായിട്ടാണ് ഈ സ്വരകല ബന്ധപ്പെട്ടിരിക്കുന്നതെങ്കിലും കന്യാസ്ത്രീ മഠങ്ങളിലും ദേവാലയ സംഗീതത്തിലും ഇത് ആലപിക്കാറുണ്ടെന്നും യുനെസ്കോ പറയുന്നു. വിദഗ്ധരും അല്ലാത്തവരുമായ സംഗീതജ്ഞരുടെയും ഗായക സംഘത്തിൻ്റെയും സംഗീത സംവിധായകരുടെയും സംഗീത രചയിതാക്കളുടെയും പണ്ഡിതന്മാരുടെയും പരിശ്രമ ഫലമായി ഈ സ്തോത്രഗീതങ്ങൾ വളരെയേറെ വികസിച്ചിട്ടുണ്ടെന്നും യുനെസ്കോ വ്യക്തമാക്കുന്നു. തൃശൂരിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി ഒരുക്കിയ ക്രിസ്തുമസ് കരോൾ ഗാന മത്സരം ശ്രദ്ധേയമായി. ദർശന ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂർ ദേവമാതാ സ്കൂളിൽ വെച്ചായിരുന്നു കരോൾ മത്സരം നടന്നത്. വയനാട്ടിൽ നിന്നും തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 6 ഗ്രൂപ്പുകളാണ് കരോൾ ഗാന മത്സരത്തിൽ പങ്കെടുത്തത്. ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണെന്നും ആ കഴിവുകൾ കണ്ടെത്തി അതിൽ മികവ് പുലർത്തുവാനായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിക്ക് പിന്തുണ നൽകുകയാണെന്ന് ദേവമാതാ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പലായ ഫാദർ സിൻഡു നങ്ങണി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഭിന്നശേഷി ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. ആ കഴിവുകൾ എന്തെന്ന് കണ്ടെത്തി ആ കഴിവിൽ മികവ് പുലർത്തുവാനായിട്ട് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്കായി വെച്ചിരിക്കുന്ന ഈ പ്രോഗ്രാം അതിൻ്റെ വിജയത്തിനായി ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക, അവരുടെ കഴിവുകൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ദർശന ക്ലബിന്റെ ഡയറക്ടർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ വ്യക്തമാക്കി. വയനാട്ടിൽ നിന്നും തൃശ്ശൂരിൻ്റെ പല മേഖലകളിൽ നിന്നും എത്തിയിട്ടുള്ള ഭിന്നശേഷികളായിട്ടുള്ള കുട്ടികളാണ് ഇന്ന് ഇവിടെ ഈ കരോൾ ഗാന കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക. അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും
അവരുടെ പ്രതിഭകളെ മറ്റുള്ളവരിൽ കാണിച്ചു കൊടുക്കുക, അവർക്കും ഇതെല്ലാം സാധിക്കുമെന്ന് കാണിക്കാനായിട്ടും കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻസും ഇത്തരത്തിലുള്ള പ്രോഗ്രാമും ദർശന ക്ലബ്ബ് നടത്തി വരിക. ഇന്നത്തെ ദിവസം ക്രിസ്മസിനോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ്. അവർക്കും അവരാൽ തന്നാൽ ആകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് തങ്ങളുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു നല്ല ദിനം. പരിമിതികളല്ല, സമൂഹം നിശ്ചയിച്ചിരിക്കുന്ന ചില പരിധികളാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവർ അർഹിക്കുന്ന ചക്രവാളത്തിൽ എത്തിപ്പെടാൻ സാധിക്കാത്തതെന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സംഘടനാംഗമായ ബിനു പറഞ്ഞു. പരിമിതികളല്ല, സമൂഹം നിശ്ചയിച്ച ചില പരിധികളാണ് നമ്മുടെ മക്കള് അവരർഹിക്കുന്ന ചക്രവാളങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കാത്തത് എന്ന് മനസ്സിലാക്കി ആ പരിധികളെല്ലാം പൊട്ടിച്ചെറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സോളമൻ അച്ഛൻ ഓർഗനൈസ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രക്ഷാകർതൃ കൂട്ടായ്മയായ പരിവാറിലെ ഒരു അംഗമാണെന്നുള്ളതും 15 വയസ്സുള്ള പരിമിതികളുള്ള ഒരു മകൻ്റെ പിതാവാണെന്നുള്ളതാണ് എന്നെ ഇവിടെ നിർത്താൻ അർഹനാക്കിയിട്ടുള്ളത്. സാന്താക്ലോസിന്റെ വേഷമണിഞ്ഞെത്തിയ കുട്ടികൾ സദസ്സിന്റെ മനം കവർന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് പ്രചോദനമേകുവാനുമായി നിരവധി പേർ മത്സരം കാണാനെത്തിയിരുന്നു. ബോൺ നഥാലയിൽ പങ്കെടുക്കാൻ തയ്യാറെടുപ്പുകളുമായി ആയിരക്കണക്കിന് ക്രിസ്തുമസ് പാപ്പമാർ. ബോൺ നഥാലയുടെ അവസാനവട്ട മിനുക്കുപണികൾ നടക്കുകയാണെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഡിസംബർ 27-നാണ് തൃശൂർ അതിരൂപതയും തൃശൂർ പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 10,000-ഓളം ക്രിസ്തുമസ് പാപ്പന്മാർ പങ്കെടുക്കുന്ന ബോൺ നഥാലെ. ഡിസംബർ 27 ഉച്ചകഴിഞ്ഞ് സെന്റ് തോമസ് കോളേജ് നഗറിൽ നിന്നാണ് ബോൺ നഥാലെ ഫ്ളാഗ് ഓഫ് ചെയ്യുക. 10,000-ഓളം ക്രിസ്മസ് പാപ്പാമാരെ കൂടാതെ 3,000-ഓളം മാലാഖമാരും 2,000-ൽ-ഏറെ ഫാൻസി ഡ്രസ്സുകാരും ഘോഷയാത്രയിൽ അണിനിരക്കും. 20-ൽ-ഏറെ പ്ലോട്ടുകളും ഉണ്ടാകും. മെറി ക്രിസ്മസ് എന്നർത്ഥമുള്ള ഇറ്റാലിയൻ വാക്കാണ് ബോൺ നഥാലെ. വലിയ സന്തോഷത്തിന്റെയും കാരുണ്യത്തിന്റെയും സദ്വാർത്തയാണ് ബോൺ നഥാലെയെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. മെറി ക്രിസ്മസ് എന്നർത്ഥമുള്ള ഇറ്റാലിയൻ വാക്കാണ് ബോൺ നത്താലെ. ലൂക്കാ സുവിശേഷം 2:10 വായിക്കുന്ന പോലെ യേശു ക്രിസ്തുവിൻ്റെ ജനനം സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായതിനാൽ ക്രിസ്മസ് വേള, ബോൺ നത്താലെ വേള എല്ലാ മനുഷ്യർക്കും, ജാതി മതഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാകാൻ വേണ്ടിയാണ് സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ ക്രിസ്തുമസ് നവവത്സര വേളയിൽ ഡിസംബർ മാസം 27-ാം തീയതി 2013 വർഷം മുതൽ ബോൺ നത്താലെ എന്ന സാംസ്കാരിക പരിപാടി, ആഘോഷ പരിപാടി നടത്തുന്നത്. അതിൻ്റെ പ്രധാന ലക്ഷ്യം മാലാഖമാർ പാടിയതുപോലെ ദൈവത്തിന് മഹത്വവും മനുഷ്യന് നന്മയും നൽകുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും സമാധാനം ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബോൺ നത്താലെ ആഘോഷങ്ങളെല്ലാം തന്നെ ഈ 2013 മുതൽ ഈ വർഷം വരെ അത് കരുണയുടെ ആഘോഷമായി നടത്തുന്നത്. ബാഹ്യമായി വളരെ ആഘോഷ പരിപാടികൾ, അതായത് പപ്പമാരുടെ ആഘോഷം, വിവിധ പ്ലോട്ടുകൾ, മാലാഖമാരുടെ കൂട്ടായ്മ, അങ്ങനെ വിവിധ പരിപാടികൾ, വലിയ സന്തോഷത്തിൻ്റെ ആഘോഷങ്ങൾ, പാട്ടുകളും നൃത്തങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ടുള്ള വിവിധ പരിപാടികൾ നടത്തുന്നത് ഈ ബോൺ നത്താലെയുടെ പ്രത്യേകതയാണ്. 2013 ആരംഭിച്ച ബോൺ നത്താലെ ആഘോഷത്തിൻ്റെതു മാത്രമല്ല, കരുണയുടേതു കൂടിയാണ്. ദൈവത്തിന് മഹത്വവും മനുഷ്യന് നന്മയും നൽകുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ജാതി മതഭേദമന്യേ പാവപ്പെട്ടവർക്ക് ഭവന, വിവാഹ, പഠന സഹായങ്ങൾ ഇതുവഴി നൽകുന്നുണ്ട്. ഈ വർഷം എല്ലാ പള്ളികളിലൂടെയും ഫ്ലാഷ് മോബും കരോൾ ഗാനങ്ങളുമായി പാവപ്പെട്ടവരുടെ വീടുകളിലെത്തി കേക്ക് നൽകുമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.